ഞങ്ങളെ വിളിച്ചു ആ രണ്ട് കൈരളിയിലെ ദേശാഭിമാനി റിപ്പോർട്ടർമാരെ ചോദിച്ചു നിങ്ങൾക്ക് അന്ന് മറുപടി കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറെ ഇവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്. മോശമാണ് ആളുകളെ വിളിച്ചു വെച്ചിട്ട് ചോദ്യം ചോദിക്കാൻ പറ്റില്ല എന്ന് പറയും. ഇന്നലെ ജോൺ ബ്രിട്ടാസ് പറഞ്ഞത് അന്നാണ് ഏറ്റവും കൂടുതൽ വാർത്താ സമ്മേളനം നടത്തിയതാണ്. അങ്ങനെ നടത്തിയ ആളും മാധ്യമപ്രവർത്തകർ ചോദ്യം ചെയ്യാൻ തയ്യാറാണ്. മോശമാണ് ചെയ്യാൻ പറ്റുന്നത്. ആളുകളെ വിളിച്ചു വെച്ചിട്ട് ചോദ്യം ചോദിക്കാൻ സമ്മതിക്കരുത്. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. CMA ധാർഷ്ട്യം കുടുംബത്ത് കൊണ്ടുപോയി വെച്ചാൽ മതി. മാധ്യമങ്ങളും പിണറായിയെ എടുത്തിട്ട് പൊതിക്കുന്നു. വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടിയിട്ട് ദേശാഭിമാനിക്കും കൈരളിക്കും മാത്രം ചോദ്യം ചോദിക്കാൻ അവസരം. ഇതോടെ കലി ഇളകി മറ്റു മാധ്യമങ്ങൾ. പാർട്ടി ചാനലുകാർക്ക് മാത്രമേ അവസരമുള്ളൂവെങ്കിൽ അവരുടെ ആപ്പീസിൽ പോയിരുന്ന് നടത്തണം. വാർത്താ സമ്മേളനത്തിൽ ആകെ 3 ചോദ്യം. അതിൽ 2 കൈരളിക്ക്, 1 ദേശാഭിമാനിക്ക്. പാർട്ടി മാധ്യമങ്ങളാകുമ്പോൾ അവർ പിണറായിയെ ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യം ചോദിക്കില്ലല്ലോ. പിണറായിക്ക് പിണറായിസം തള്ളിമറിക്കാനുള്ള ചോദ്യം അവർ ചോദിച്ചു. വാർത്താ സമ്മേളനമാണ് വിളിച്ചുകൂട്ടിയിരിക്കുന്നത്, അല്ലാതെ പാർട്ടി ആപ്പീസ് യോഗമല്ല. പിണറായി പറയുന്നത് മാത്രം കേട്ടുകൊണ്ടിരിക്കാനായിട്ട്. അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന് കേട്ടിട്ടില്ലേ? അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇതുവരെ പിണറായിക്ക് നേരെ ഒരക്ഷരം പ്രതികരിക്കാത്ത മാധ്യമങ്ങൾ ഇന്ന് സഹികെട്ട് പൊട്ടിത്തെറിക്കുകയായിരുന്നു. അഹങ്കാരവും അഹമ്മതിയും പിണറായിയെ അതിൻ്റെ പാരമ്യത്തിൽ എത്തിച്ചിരിക്കുകയാണ്. ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സൗകര്യമില്ലെന്ന നിലപാട്. എല്ലാവർക്കും പിണറായി പേടി എന്ന നെകളിപ്പായിരുന്നു മുഖ്യമന്ത്രിക്ക് ഇതുവരെ. അത് ഇന്ന് തീർന്നു കിട്ടി. മാധ്യമങ്ങളുടെ വായിലിരിക്കുന്നതും മേടിച്ചാണ് കൂട്ടിയിരിക്കുന്നത്. ഇത് മോശമാണ് CMA. കൈരളിയുടെയും ദേശാഭിമാനിയുടെയും ചോദ്യങ്ങൾക്ക് മാത്രം മറുപടി പോരാ എന്ന് മാധ്യമപ്രവർത്തകർ പരസ്യമായി വിളിച്ചു പറഞ്ഞതോടെ വാർത്താ സമ്മേളനം സംഘർഷഭരിതമാകുകയായിരുന്നു. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ വിശദീകരിക്കാനും പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് മറുപടി നൽകാനുമാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടത്. എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം CPM അനുഭാവമുള്ള മാധ്യമങ്ങൾക്ക് മാത്രം ചോദ്യങ്ങൾ ചോദിക്കാൻ അവസരം നൽകുന്നുവെന്നും മറ്റുള്ളവരെ അവഗണിക്കുന്നുവെന്നും പ്രതിഷേധിച്ചവർ ആരോപിച്ചു. മുഖ്യമന്ത്രി മറുപടി നൽകാതെ വാർത്താ സമ്മേളനം അവസാനിപ്പിക്കാൻ ശ്രമിച്ചതോടെയാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. ദേശാഭിമാനിയിൽ നിന്നും കൈരളിയിൽ നിന്നും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിന് 7 പേരുണ്ടായിരുന്നു. ഇവരുടെ ചോദ്യങ്ങൾ ആദ്യം വരും. പിന്നീട് സമയമായെന്ന് പറഞ്ഞ് പിണറായി എഴുന്നേറ്റ് പോകും. അതാണ് സ്ഥിരം പരിപാടി. SDPIയുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകന് ഇയാൾക്ക് എന്തോ സൂക്കേടുണ്ടെന്നായിരുന്നു മുഖ്യമന്ത്രി പരിഹസിച്ചുകൊണ്ട് പറഞ്ഞത്. പരിഹാസമല്ല, കട്ടക്കലിപ്പിലായിരുന്നു പിണറായി ഇത് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിന് പ്രസക്തി ഏറെയായിരുന്നു. അതായത് SDPI ചോദ്യങ്ങളൊന്നും വരരുത്. അതുകൊണ്ട് തന്നെ മുൻകൂട്ടി കൈരളിയുടെയും ദേശാഭിമാനിയുടെയും ഓഫീസിലേക്ക് CMന്റെ ഓഫീസിൽ നിന്ന് ദൂതു പോകുന്നു. 7-8 പേരങ്ങ് പോന്നോളാൻ. എന്നിട്ട് നിങ്ങൾ തന്നെ ആദ്യം ചാടി കയറി ചോദ്യം ചോദിക്കണം, സമയം കഴിയുമ്പോൾ ഞാൻ എഴുന്നേറ്റ് പോകുമെന്ന്. നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു. അതിനനുസരിച്ച് ആട്ടമാടുകയായിരുന്നു ഈ ദേശാഭിമാനിയിൽ നിന്നും കൈരളിയിൽ നിന്നും വന്നവർ. പക്ഷേ എല്ലാ തവണത്തെയും പോലെ ഇത്തവണയും മാധ്യമങ്ങൾ ഞാൻ പോകുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് മാധ്യമങ്ങളും എഴുന്നേറ്റ് പോകും എന്നായിരുന്നു പിണറായി കരുതിയത്. പക്ഷേ അങ്ങോട്ട് ഏറ്റില്ല. അവർ ചോദ്യങ്ങൾ ചോദിച്ചു. മോശമായി പോയി CMA എന്ന് അവർ കൃത്യമായി പറഞ്ഞു. ഇതോടെ പിണറായി, അതായത് എഴുന്നേറ്റ് പോയ പിണറായിക്ക് കലി പൂണ്ട് വീണ്ടും തിരിച്ചു വരികയായിരുന്നു. ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചാൽ പോരാ, വാ തുറന്ന് ചോദിക്കണമെന്നായിരുന്നു പിണറായി പറഞ്ഞത്. പക്ഷെ അതിന് അവസരം എവിടെ? അവസരം കൊടുക്കണ്ടേ? കഴിയുമ്പോഴത്തേക്ക് മൈക്ക് ഓഫ് ആക്കിയിട്ട് ഒരൊറ്റ പോക്കാണ് പിണറായി. പിന്നെ തിരിഞ്ഞു പോലും നോക്കില്ല. കൊല്ലത്തെ വാർത്താ സമ്മേളനത്തിലാണ് ഈ നാടകീയ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച് മടങ്ങിയ മുഖ്യമന്ത്രി വീണ്ടും തിരിച്ചെത്തി മൈക്കിന് മുന്നിൽ അങ്ങിരുന്നു കൊടുത്തു. 3 ചോദ്യങ്ങൾക്ക് ശേഷം മുഖ്യമന്ത്രി എഴുന്നേറ്റ് പോകാൻ ഒരുങ്ങിയതോടെ മറ്റ് മാധ്യമ പ്രവർത്തകർ ഇത് ചോദ്യം ചെയ്യുകയായിരുന്നു. മുൻപുള്ള വാർത്താ സമ്മേളനങ്ങളിലൊന്നും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. അതായത് പിണറായിയെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് മാധ്യമ പ്രവർത്തകർ പോകാറില്ല. മാധ്യമ പ്രവർത്തകരുടെ ഈ ചോദ്യം കേട്ടതും എന്നെ ചോദ്യം ചെയ്യാറായോ നീയൊക്കെ എന്നുള്ള തരത്തിലായിരുന്നു പിണറായി പോയിട്ട് തിരിഞ്ഞു നിന്ന് വീണ്ടും തിരിച്ചു വന്നത്. എന്നിട്ട് ഇരുന്ന് ഒരു ചോദ്യമായിരുന്നു. ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ പോരെന്നും സമയം കഴിഞ്ഞതുകൊണ്ടാണ് ഞാൻ അവസാനിപ്പിച്ചതെന്നും പിണറായി പറഞ്ഞു. SDPI CPM ഡീൽ ആരോപണം ഉള്ള ചോദ്യങ്ങളാണ് മാധ്യമ പ്രവർത്തകർ ചോദിക്കാൻ ശ്രമിച്ചത്. ഇതാണ് പിണറായിക്ക് മനസ്സിലായത്. അതായത് അപകടം മണത്തു, ഈ ഒരു ചോദ്യമാണ് അടുത്തത് വരാൻ പോകുന്നതെന്ന്. അതുകൊണ്ട് കൂടി ഇനി കഴിഞ്ഞു ഇനി നാളെ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു എഴുന്നേറ്റ് പോയത്. നാളെയും ഈ പറയുന്ന പോലെ ദേശാഭിമാനിയിലെയും കൈരളിയിലെയും 10-12 പേരെ കൊണ്ടിരുത്തിയിട്ട് അവരാദ്യം ചോദ്യം ചോദിക്കും. അത് കഴിയുമ്പോഴത്തേക്ക് സമയം കഴിഞ്ഞെന്ന് പറഞ്ഞ് നിങ്ങൾ ഇറങ്ങിപ്പോകും.
ഇതിനെ വാർത്താ സമ്മേളനം എന്നൊന്നും പറയാൻ കഴിയില്ലല്ലോ. സംവാദം വേണമെന്ന് പറയുന്ന മുഖ്യമന്ത്രി തന്നെ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണെന്ന് മാധ്യമ പ്രവർത്തകർ തന്നെ പ്രതിഷേധിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുകയാണ്. 10 വർഷത്തെ റിപ്പോർട്ട് കാർഡ് പുറത്തുവിട്ട മുഖ്യമന്ത്രി അതിലെ പാളിച്ചകളെക്കുറിച്ചുള്ള ചോദ്യങ്ങളെ ഭയപ്പെടുകയാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. നേമത്തെ സ്ഥാനാർത്ഥി വി ശിവൻകുട്ടിയും മുഖ്യമന്ത്രിയും ഒരേപോലെ സംവാദ വെല്ലുവിളി നടത്തുമ്പോഴും മാധ്യമങ്ങളോട് സംവദിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകാത്തത് ഇരട്ടത്താപ്പാണെന്ന് സോഷ്യൽ മീഡിയയിലും ഇപ്പോൾ വലിയ ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന നാളുകളിൽ ഇത്തരം സംഭവങ്ങൾ വോട്ടർമാരെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. വികസന ചർച്ചകൾക്കൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ മാധ്യമങ്ങളോടുള്ള സമീപനവും ഇപ്പോൾ പ്രധാന രാഷ്ട്രീയ വിഷയമായി മാറിയിരിക്കുകയാണ്. എല്ലാ ദിവസവും മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നുണ്ട്, നാളെയും എത്തും. ഈ സാഹചര്യത്തിൽ നാളെ മുഖ്യമന്ത്രി എന്തു പറയുമെന്നത് നിർണായകമാണ്. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ചൊടിപ്പിക്കുന്ന ചോദ്യങ്ങൾ വന്നാൽ പിണറായിക്ക് അതിനൊന്നും മറുപടി പറയാനുണ്ടാകില്ല. അപ്പോഴത്തേക്ക് ധാർഷ്ട്യം പുറത്തെടുക്കും. പറയാൻ സൗകര്യമില്ല, എനക്കറിയാൻ പാടില്ല, വീട്ടിൽ പോയി ചോദിക്കുക എന്നൊക്കെയുള്ള ആ ഒരു നിലപാടാണ് പിണറായി എടുക്കാൻ പോകുന്നത്. ഒരു മുഖ്യമന്ത്രി എങ്ങനെ ആയിരിക്കരുത് എന്നതിന്റെ ഉദാഹരണമാണ് പിണറായി വിജയൻ. ഈ പറയുന്ന CPMകാർ പിണറായി വിജയനെ തള്ളിമറിച്ചുകൊണ്ട് പലപ്പോഴും പറയാറുണ്ട്, മാധ്യമ സൃഷ്ടിയാണ് പിണറായി, ധാർഷ്ട്യക്കാരനാണ് എന്നൊക്കെയെന്ന്. ഇത് മാധ്യമങ്ങളുടെ സൃഷ്ടിയല്ല. മാധ്യമങ്ങൾക്ക് മുന്നിലായാലും പൊതുവേദികളിലായാലും പിണറായി ഈ ധാർഷ്ട്യവും ധിക്കാരവും പലതവണ കാണിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ഇവിടെ VSന് ഈ ഒരു സ്വഭാവം ഉണ്ടായിരുന്നില്ല? ഈ പറയുന്ന EMS, നയനാരൊക്കെ മുഖ്യമന്ത്രിമാരായിട്ടിരുന്നവരല്ലേ? അവർക്കൊന്നും ഇല്ലാത്ത ധാർഷ്ട്യവും അഹങ്കാരവുമാണ് പിണറായിക്ക്. ഈ പറയുന്ന VS ഉൾപ്പെടെയുള്ള നേതാക്കളോട്, CPMന്റെ നേതാക്കളോട് മാധ്യമങ്ങൾ ഇതിലും ചൊടിപ്പിക്കുന്ന ചോദ്യങ്ങൾ മുൻപ് പലതവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോഴും അതിനെയൊക്കെ ഇങ്ങനെ കടിച്ചു കീറിക്കൊണ്ടല്ല മറുപടി പറയുന്നത്. അല്ലാതെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന നിലപാട് അവരാരും സ്വീകരിച്ചിട്ടില്ല. അവരൊക്കെ അതിനെ മിതത്വത്തോടെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇതിപ്പോഴും പാർട്ടി സെക്രട്ടറിയുടെ കുപ്പായത്തിലിരിക്കുന്ന പിണറായി ഇതല്ല ഇതിനപ്പുറവും കാണിക്കും. പക്ഷേ പിണറായിയുടെ ധാർഷ്ട്യം കണ്ടുകൊണ്ടിരിക്കാനല്ല ഇവിടെ ബാക്കിയുള്ളവരിയ്ക്കുന്നത്. അപ്പോഴും എനിക്ക് പറയാൻ സൗകര്യമില്ല എന്നുള്ളതാണ് പിണറായിയുടെ ധാർഷ്ട്യം. ഇനി അതിനെ വെച്ചുപൊറുപ്പിക്കാൻ കേരളം തയ്യാറാകില്ല. ഈ പറയുന്ന 10 വർഷം കൊണ്ട് വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ജനങ്ങളിൽ നിന്ന് ഈ പാർട്ടി അകന്നു പോകാനുള്ള ഒരേ ഒരു കാരണം പിണറായിയുടെയും കൂട്ടരുടെയും ഈ ധാർഷ്ട്യവും അഹങ്കാരവും തന്നെയാണ്. 3ാം തവണ നിങ്ങൾക്ക് അധികാരം കിട്ടിയില്ലെങ്കിൽ അത് ജനങ്ങൾ നിങ്ങളുടെ തലമണ്ട പിളരുന്ന അടി തരുന്നത് കൊണ്ടാണെന്ന് ഇനിയെങ്കിലും ഓർത്തു വെക്കുക. ഒരു ജനകീയ മുഖ്യമന്ത്രിയായിട്ട്, ഒരു ജനകീയ നേതാവായിട്ട് മാറാൻ ഇനി ഏത് കാലത്ത് പിണറായിക്ക് കഴിയും? PR വർക്ക് നടത്തി വലിയ തള്ളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് പിണറായി ജനങ്ങളുടെ നേതാവാണ്, ജനകീയ നേതാവാണ് എന്നൊക്കെ വരുത്തി തീർക്കുന്നതിന് വേണ്ടി മാധ്യമങ്ങളോടാണ് ഈ പറയുന്ന ധാർഷ്ട്യമുള്ളത്. അല്ലാതെ ഇപ്പോൾ ഓടി നടന്ന അഭിമുഖം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പിണറായി വിജയൻ. നമ്മൾ കണ്ടല്ലോ മോഹൻലാലുമായിട്ട് നടന്ന അഭിമുഖം. അതിൽ ചിരിച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സുജിത് ഭക്തനുമായിട്ടുള്ള പോഡ്കാസ്റ്റ്, അതിൽ ചിരിച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ചില അഭിമുഖങ്ങളൊക്കെ വന്നു. അതിലൊക്കെ ഞാൻ പിണറായി വിജയൻ എന്ന നേതാവ് ജനകീയനാണ്, ധാർഷ്ട്യക്കാരനാണെന്നുള്ളത് മാധ്യമ സൃഷ്ടിയാണെന്നൊക്കെ തള്ളിമറിച്ച് സ്വയം അങ്ങ് പുകഴ്ത്തുന്നുണ്ടായിരുന്നു പിണറായി വിജയൻ. ഇവിടെ മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയോട്, ഈ മുഖ്യമന്ത്രിയെ സുഖിപ്പിക്കാൻ മാത്രമുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ കഴിയില്ല. സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയോട് ചോദിക്കേണ്ട ചോദ്യം എന്താണോ, ഈ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ഒരാൾ എന്ന നിലയിൽ ചോദിക്കേണ്ട ചോദ്യം എന്താണോ അതാണ് ചോദിക്കുന്നത്. അപ്പോൾ പിണറായി പറയുന്നത് മാധ്യമങ്ങൾക്ക് അജണ്ടയാണെന്നാണ്. ഇവിടെ എത്രയോ ദിവസമായി SDPIയുമായി ബന്ധപ്പെട്ട് CPMന് നേരെ CPMനെ തീച്ചൂളയിൽ നിർത്തുന്ന ചോദ്യങ്ങളാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കാരണം എന്താണ്? നിങ്ങളുടെ നിലപാടില്ലായ്മയാണ്. SDPIയുടെ വോട്ടുകൾ നിങ്ങൾ സ്വീകരിക്കുമോ? SDPIയുമായി നിങ്ങൾ ചങ്ങാത്തത്തിലാണോ എന്ന് ചോദിക്കുന്നത്. കാരണം നിങ്ങൾ തന്നെയാണ് നാഴികയ്ക്ക് 40 വട്ടം പറയുന്നത് വർഗീയതയുമായിട്ട് ഒരു സന്ധിയുമില്ല എന്ന്. ആ പറയുന്ന പിണറായിയോട് SDPIയുടെ വോട്ടുകൾ നിങ്ങൾ സ്വീകരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലെങ്കിൽ ഇല്ല, ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് മറുപടി പറഞ്ഞാൽ പോരെ. പക്ഷേ ഇതല്ല, പറയാൻ കഴിയില്ല. അതാണ് ഇവരുടെ അവസ്ഥ. ഇരട്ടത്താപ്പാണ് ഇവരുടേത്. ഈ ഇരട്ടത്താപ്പ് മാധ്യമങ്ങൾ ചോദ്യം ചെയ്യുമ്പോഴാണ് പിണറായിക്ക് ഉള്ളുപൊള്ളുന്നത്. അപ്പോഴാണ് ധാർഷ്ട്യം പുറത്തേക്ക് വരുന്നത്. SDPIയുമായി ബന്ധമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഓരോ CPM നേതാവിനും ഓരോ മറുപടിയാണ് പറയാനുള്ളത്. CPM എന്ന പാർട്ടിക്ക് ഒരു നിലപാടുണ്ടോ? അത് പക്ഷേ ഇല്ല. അതാണ് ഇവരുടെ ഇന്നത്തെ ഈ പാർട്ടിയുടെ ഗതികേടെന്ന് പറയുന്നത്. അതിന് മാധ്യമങ്ങളുടെ മെക്കിട്ട് കയറിയിട്ടോ കുതിര കയറിയിട്ടോ കടക്ക് പുറത്തെന്നോ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. പിന്നെ മുൻപൊക്കെ ഈ പറയുന്ന ഇത് മാധ്യമങ്ങൾ ഇരന്നു മേടിച്ച അടികൂടിയാണ്. അതും നമ്മൾ പറയണമല്ലോ. കാരണം ഇതിനു മുൻപും പിണറായി പല വേദികളിൽ പല മാധ്യമ പ്രവർത്തകരെയും അപമാനിച്ചിട്ടുണ്ട്, കടക്ക് പുറത്തെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു വിട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെയും പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന ഈ കേരളത്തിലെ മാധ്യമങ്ങളെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ പറയുന്ന VD സതീശനോട് ചോദിക്കുന്ന ഈ കോൺഗ്രസിന്റെ അപജയത്തെക്കുറിച്ച്, കോൺഗ്രസിലെ പാർട്ടിയിലെ അടികളെക്കുറിച്ചൊക്കെ പച്ചയ്ക്ക്
പിണറായിക്ക് പലതും ഇവിടുത്തെ മാധ്യമങ്ങൾ വിളിച്ചു ചോദിക്കാറുണ്ടല്ലോ. കെ സുധാകരനോട് ചോദിക്കാറുണ്ട്, അതുപോലെ തന്നെ BJPയുടെ നേതാക്കളോട് ചോദിക്കാറുണ്ട്. പക്ഷെ അതുപോലെ അതിര് വിട്ടുപോകുന്ന ഒരു ചോദ്യം, അല്ലെങ്കിൽ ചോദിക്കേണ്ട ഒരു ചോദ്യം പോലും പിണറായിയോട് ഇവിടുത്തെ മാധ്യമങ്ങൾ ചോദിക്കുമായിരുന്നു ഇല്ല. വാർത്താ സമ്മേളനം കഴിഞ്ഞു എന്ന് പിണറായി പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു, അത് കഴിഞ്ഞ് എനിക്കൊന്നും പറയാനില്ല എന്നുള്ളതാണ് അവരുടെ നിലപാട്. അപ്പോൾ ഉടനെ അങ്ങ് എഴുന്നേറ്റ് പോകുക, അപ്പോൾ മാധ്യമങ്ങളും എഴുന്നേറ്റ് പോകുക. ഈ ഒരു ശൈലിയായിരുന്നു, അതായത് ഏകാധിപത്യം. പക്ഷേ അതിൽ നിന്ന് മാറി ഇപ്പോൾ മാധ്യമങ്ങൾ മുഖത്ത് നോക്കി ചോദ്യം ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതാണ് പിണറായി അങ്ങ് വല്ലാതെ വിറളി പിടിപ്പിക്കുന്നത്. ഇതിനിടെ ഈ സംഭവം അങ്ങോട്ട് കഴിഞ്ഞതിന്റെ തൊട്ടടുത്ത സെക്കൻഡിൽ VD സതീശൻ ഇപ്പോൾ പിണറായിക്കിട്ട് നല്ല ഒന്നാം തരം അടി കൊടുത്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ SDPIയുടെ പിന്തുണ വേണ്ടെന്ന് പരസ്യമായി പറയാൻ മുഖ്യമന്ത്രി പിണറായിക്ക് ധൈര്യമുണ്ടോ എന്നാണ് സതീശൻ വെല്ലുവിളിച്ചിരിക്കുന്നത്. വെൽഫെയർ പാർട്ടിയുടെ മാതൃസംഘടന 4 പതിറ്റാണ്ടോളം LDFിനൊപ്പമായിരുന്നു. അന്ന് മതേതരവാദികളായി കണ്ടവരെ UDFിനെ പിന്തുണച്ചപ്പോൾ വർഗീയവാദികളാക്കി ചിത്രീകരിക്കുന്നത് ഇരട്ടത്താപ്പാണെന്നും VD സതീശൻ പറഞ്ഞു. വെൽഫെയർ പാർട്ടി UDFിനെ പിന്തുണച്ചപ്പോൾ വർഗീയത ആരോപിച്ചവർ ഇപ്പോൾ SDPI പിന്തുണയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ക്ഷുഭിതരാകുകയാണ്. SDPIയുടെ പിന്തുണ വേണ്ടെന്ന് പരസ്യമായി പറയാൻ പിണറായി വിജയന് ധൈര്യമുണ്ടോ? പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് SDPI പിന്തുണ വാഗ്ദാനം ചെയ്തപ്പോൾ അത് വേണ്ടെന്ന് ഉറപ്പിച്ചു പറഞ്ഞ മുന്നണിയാണ് UDF. ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതകളെ ഒരുപോലെ എതിർക്കുക എന്നതാണ് UDFിന്റെ നിലപാട്. എന്നാൽ പുറമെ മതേതരത്വം പറയുകയും രഹസ്യമായി RSSുമായും SDPIയുമായും ഡീലുകൾ ഉണ്ടാക്കുകയുമാണ് CPMന്റെ രീതിയെന്നും VD സതീശൻ കുറ്റപ്പെടുത്തി. കേരളം കണ്ട ഏറ്റവും കാപട്യമുള്ള രാഷ്ട്രീയ നേതാവാണ് പിണറായി വിജയനെന്നും സതീശൻ വിമർശിച്ചു. RSSുമായും ജമാഅത്തെ ഇസ്ലാമിയുമായും ബന്ധമില്ലെന്ന മുഖ്യമന്ത്രിയുടെ വാദങ്ങൾ തെളിവുകൾ സഹിതം പൊളിച്ചതാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഗണേഷ് കുമാറിനെതിരെ ആരോപണം വന്നപ്പോൾ രാജി ചോദിച്ചു വാങ്ങിയെങ്കിൽ ഇപ്പോൾ അതിനേക്കാൾ വലിയ വിഷയങ്ങൾ ഉണ്ടായിട്ടും കുടുംബ പ്രശ്നമാണെന്ന് പറഞ്ഞ് കൈകഴുകാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. ഇത്തരത്തിൽ ഇരട്ടത്താപ്പാണ് എല്ലാ വിഷയത്തിലും ഇവർ കാണിക്കുന്നതെന്നും അതുകൊണ്ടാണ് SDPIയെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ പിണറായിക്ക് ദേഷ്യം വരുന്നതെന്നും മാധ്യമങ്ങളോട് കടിച്ചു കീറുന്നതെന്നും VD സതീശൻ കുറ്റപ്പെടുത്തി. പിണറായിക്ക് നിൽക്കക്കള്ളിയില്ലാത്ത അവസ്ഥ വന്നിരിക്കുകയാണ്. പുറത്തേക്കിറങ്ങിയാൽ ഇനിയും മാധ്യമങ്ങൾ SDPI ചോദ്യം ഉന്നയിക്കും. ഈ പിണറായിക്ക് എന്തായാലും പോകുന്നിടത്തെല്ലാം ദേശാഭിമാനിക്കാരെയും കൈരളിക്കാരെയും കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ. വരും ദിവസങ്ങളിൽ കണ്ടറിയണം ഇനി മുഖ്യമന്ത്രിയും മാധ്യമപ്രവർത്തകരും തമ്മിലുള്ള പോരാണ് നടക്കാൻ പോകുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.